ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ അതർ സ്റ്റേറ്റ് റൗണ്ടാണ്. അപ്പോൾ അതർ സ്റ്റേറ്റ് റൗണ്ടിൽ ഇന്ന് കർണാടക ആയത് കാരണം എന്താ പറയണ്ടേ, ಎಲ್ಲರಿಗೂ എല്ലാവർക്കും ಸೆಲೆಬ್ರಿಟಿ ಕಿಚನ್ ಮ್ಯಾಜಿಕ್ ಸೀಸನ್ 3ಗೆ അതന്നെ ಸಹರ್ಷ ಸ್ವಾಗತ. സ്വാഗത. ಚೆನ್ನಾಗಿದ್ದೀರಾ? റെഡി സുഖമല്ലേ? അങ്ങനെയാ, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർണാടക സ്റ്റേറ്റിലെ ഏറ്റവും ഫേവറേറ്റ് ഡിഷായിട്ടുള്ള ബിസിബെലാബാത്ത്. അപ്പോൾ ബിസിബെല ഹുലിയന്ന എന്ന് പറയും. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എള്ള് പൊട്ടിക്കും, ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് എള്ള് ഇങ്ങനെ പൊട്ടുന്നത് കാണാം. ഇങ്ങനെ അപ്പോൾ അത് കരിഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് എള്ള് പൊട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാം. ഇതിൻ്റെ ABCD എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് വെറും സൈലൻറ്റ് മാത്രമാണ്. സൈലൻറ്റ്. എന്നിട്ട് നമ്മൾ കോക്കനട്ട് ഓയിലിൽ നമ്മൾ സ്പൈസസ് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഓയിൽ എടുക്കുക, പിന്നെ ചുവന്ന മുളക്. യൂഷ്വലി 2 ടൈപ്പ് മുളകാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കളറിന് വേണ്ടിയിട്ടും ഒന്ന് എരിവിന് വേണ്ടിയിട്ടും. അതാണ് ടിപ്പിക്കൽ ബിസിബെലാബാത്തിൻ്റെ സ്പെഷ്യാലിറ്റി. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഒരു ടൈപ്പ് മുളക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ, അത് അരയാൻ പാകത്തിന് സോഫ്റ്റായി കഴിഞ്ഞാൽ, മുളക് സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. സ്പൈസസിനകത്ത് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, അതിൻ്റെ കൂടെ മല്ലി, പിന്നെ നമുക്ക് ജീരകം, അതിൻ്റെ കൂടെ സ്പൈസസ് ആയിട്ട് ഗ്രാമ്പ്, ഏലക്ക, കറുവപ്പട്ട, കുരുമുളക്. ഇതാണ് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മുളകൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഒരു കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അപ്പോൾ സ്പൈസസിൽ നമ്മൾ കടലപ്പരിപ്പുണ്ട്, ഉഴുന്നുപരിപ്പുണ്ട്, ജീരകമുണ്ട്, മല്ലിയുണ്ട്, അതിൻ്റെ കൂടെ കറുവപ്പട്ട, ഗ്രാമ്പ്, ഏലക്കയുടെ അകത്തുള്ളത് നമ്മുടെ ബ്ലാക്ക് പെപ്പർ. അപ്പോൾ ആ സ്പൈസസും കൂടെ ഇട്ടു. ഇപ്പോൾ വെജിറ്റബിൾസ് നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തുവരപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് തുവരപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് അരി എടുക്കാം. കാരണം പരിപ്പ് ഒന്നിൽ പലരും ചെയ്യുന്നത് 1 കപ്പ് അരിക്ക് 1 കപ്പ് തുവരപ്പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 1 കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 8 കപ്പ് വരെ വെള്ളം വേണം. കാരണം ഇത് വെള്ളം കൂടി നിൽക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റൈൽ. അപ്പോൾ ഇത് ഡ്രൈ റൈസ് പോലെ, ഫ്രൈഡ് റൈസ് പോലെയോ ബിരിയാണി പോലെ അല്ല. പൊങ്കലിനേക്കാളും കുറച്ചുകൂടെ ലൂസായിരിക്കും. കൂഴ് പോലെ നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബിസിബെലെ ഹുലിയന്ന. അപ്പോൾ ബിസിബെലെ ഹുലിയന്ന അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞുതരാം. എന്താണ് അതിൻ്റെ അർത്ഥം? ബിസി എന്ന് വെച്ചാൽ ചൂട്, ബെലെ എന്ന് പറഞ്ഞാൽ നല്ല, ഹുലി എന്ന് പറഞ്ഞാൽ പുളി, അന്ന എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പോൾ എന്തായി? ബിസിബെലെ പുളിച്ചോറ്. നല്ല പുളിച്ചോറ്. നമുക്ക് കന്നഡവും മലയാളവും തമ്മിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് നിങ്ങളുടെ നാട്ടിലാണ്. കാസർഗോഡ്, കണ്ണൂർ ഭാഗത്താണ്. കുറേ കന്നഡ വാക്കുകളൊക്കെ കാസർഗോഡിൽ വരും. കുതിർത്ത് വെച്ച തുവരപ്പരിപ്പ് 1 കപ്പ്, അതൊരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് കഴിഞ്ഞാൽ നല്ലത്. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് കുക്കാവാൻ എളുപ്പമാണ്. അതിൻ്റെ കൂടെ നമ്മൾ നറുക്കി വെച്ച വെജിറ്റബിൾസ്, അതിനകത്ത് ക്യാരറ്റ്, ബീൻസ്, സവാള നിർബന്ധമല്ല, ഉരുളക്കിഴങ്ങ് നിർബന്ധമല്ല. മെയിനായിട്ട് ക്യാരറ്റ് കിട്ടും, ഗ്രീൻ പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ബാക്കിയുള്ള വെജിറ്റബിൾസും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം, അതും നല്ലതാണ്, ടേസ്റ്റിന് നല്ലതാണ്. അപ്പോൾ പരിപ്പിട്ടു, നമ്മൾ കഴുകിയെടുത്ത നല്ല അരി. ഇത് വെജിറ്റബിൾസ് കറുത്തു പോയിരിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈ വെള്ളം നമ്മൾ എന്തായാലും കളയണ്ട, കാരണം ഇതിനകത്തുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ വെജിറ്റബിൾസ് ഇട്ടു. ഇതിനകത്ത് ഗ്രീൻ പീസ്, ക്യാരറ്റ്, സവാള, ബീൻസ്, ഇത്രയുമാണുള്ളത്. സോ ഇതിനെ നമുക്ക് ഇത്രയും ഉള്ളത് കാരണം 8 മുതൽ 10 കപ്പ് വരെ വെള്ളം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 8 മുതൽ 10 കപ്പ് വരെയാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ എള്ളും കൂടി ഇട്ടോ, അതൊന്ന് ആറണം. ആ ഗ്ലാസ്സിലോട്ട് ഇട്ടോ, ഇട്ടോ. കുറച്ച് ഉപ്പിട്ടു. നമുക്ക് ലാസ്റ്റ് ഉപ്പ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 4 തൊട്ട് 5 വിസിൽ വരെ നമുക്കാവാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കാവും. ബിസിബെലാബാത്തിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും കഴിക്കുന്നത് സൈഡിൽ നല്ല ക്രിസ്പി ബൂന്തി, മിക്സറുള്ളത് പോലെയല്ല, ക്രിസ്പി ആയിട്ടുള്ള ബൂന്തിയാണ്. അപ്പോൾ അതിന് വേറെ വലുതായിട്ടൊന്നും ആവശ്യമൊന്നുമില്ല. കടലമാവ്, മുളക് പൊടി, ഉപ്പ്, അത് നന്നായിട്ടൊന്ന് ലിക്വിഡായിട്ടൊന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ വറുത്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഒരു കണ്ണാപ്പയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബൂന്തിയായി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്.
കുറച്ച് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൂന്തി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു. നമ്മൾ വളരെ തിന്നാക്കാനും പാടില്ല, വളരെ തിക്കാവാനും പാടില്ല. ഫ്ലോയിങ് കൺസിസ്റ്റൻസി വേണം. അതായത് കണ്ണാപ്പയിലൂടെ ഈ മാവ് താഴേക്ക് വീഴണം. ആ വീഴുന്ന കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഓക്കെ, കുറച്ചുകൂടെ ഉപ്പല്ലേ അതിലെന്തെല്ലാം ഇട്ടേ ഇപ്പോൾ? ഇതിൽ കായം വേണം കുറച്ച്. അതിലിപ്പോൾ എന്തെല്ലാം ഇട്ടേ? ഇതിൽ മുളക് പൊടി, ഉപ്പ്, കടലമാവ്. അപ്പോൾ നമ്മൾ ബൂന്തിക്കുള്ള മാവ് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നേരത്തെ നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള സ്പൈസസ്, ആ സ്പൈസസിനകത്ത് നമ്മൾ കുരുമുളകും ഗ്രാമ്പും ഏലക്കയും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും എല്ലാം നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ച് അത് തണുപ്പിച്ച് അതിപ്പോൾ ബോളിലാക്കിയിട്ടുണ്ട്. കായപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് അരക്കരുത്, പൊടിക്കണം അല്ലേ? ഇതിപ്പോൾ ബിസിബേളബാത്ത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് തൊട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യമുണ്ട്. ബിസിബേളബാത്തിൻ്റെ ഈ പൗഡർ കിട്ടും. ഈ പൗഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചോറും പരിപ്പും വെജിറ്റബിൾസും കൂടെ വെച്ച് കുക്കറിൽ ഒരു 5 വിസിലായി കഴിഞ്ഞാൽ പുളി വെള്ളം ഒഴിച്ച് ഈ പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിബേളബാത്ത് ഉണ്ടാക്കാം. ദാറ്റ് ഈസ് അനദർ ഓപ്ഷൻ. നിങ്ങൾക്ക് ബൂന്തി ഉണ്ടാക്കേണ്ടെന്നുണ്ടെങ്കിൽ കടയിൽ വാങ്ങിക്കുന്ന ബൂന്തി വാങ്ങിക്കുക, അത് കൂടെ കഴിക്കുക. അല്ലെങ്കിൽ പപ്പടത്തോട് കഴിക്കുക, അല്ലെങ്കിൽ ചിപ്സിൻ്റെ കൂടെ കഴിക്കുക. ഇത് നമ്മൾ നന്നായിട്ട് പൊടിക്കണം. ഓക്കെ, അപ്പോൾ അത് പൊടിച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നു. അപ്പോൾ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി, അവർ നിലക്കടല എന്നാണ് പറയാം. അത് ഒരു ഫ്ലേവറിന് നെയ്യിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കടുക്, കുറച്ച് ഉലുവ, കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ്, നമ്മൾ കടുക് വറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈ കടലയും അപ്പോൾ നമ്മൾ ചോറിലേക്ക് മിക്സ് ചെയ്യാനുള്ള പുളിയും ബിസിബേളബാത്തിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ സ്പൈസ് പൗഡറും കടലയും കടുവറുത്ത കടുകും കറിവേപ്പിലയും അതെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ചോറ് വെന്ത് കഴിഞ്ഞു, വെജിറ്റബിൾസ് വെന്ത് കഴിഞ്ഞു, അത് ഉപ്പിട്ട് വേവിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്പൈസ് മിക്സ് ആഡ് ചെയ്യാൻ പോവാണ്. ഇതിൽ പൊതുവേ നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന ഈ ബിസിബേളബാത്ത് അല്ലെങ്കിൽ ബിസിബേള ഹുലി എണ്ണ, ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഗ്രാമ്പിൻ്റെ ആയിരിക്കും. നമ്മളത് ഗ്രാമ്പിൻ്റെ ടേസ്റ്റ് അങ്ങനെ യൂസ്ഡ് ആവാത്തത് കാരണം നമ്മുടെ പാലറ്റിനുള്ള ടൈപ്പ് അല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ഗ്രാമ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടി നിൽക്കുക. ചൂടുവെള്ളത്തിന് കന്നഡത്തിൽ പറയുന്നത് ബിസ്നീരും. അപ്പോൾ നമ്മൾ ബിസിബേള ബാത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിബേളെ ഹുലി എണ്ണ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം, ഉപ്പ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനെ കുറച്ച് ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ സൈഡ് സെർവ് ചെയ്യാനുള്ള ബൂന്തി റെഡിയാക്കണം. ഇതൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ കൊത്തമല്ലി നമ്മൾ വെട്ടിയിടും. നമ്മൾ ടേസ്റ്റിൻ്റെ ആ സ്പൈസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഇടുന്നത്. നെയ്യിൽ തക്കാളിയും ക്യാപ്സിക്കവും ഒന്ന് നമ്മൾ ടോസ് ചെയ്ത് നമ്മൾ, അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് ക്രിസ്പ് ആവണം, തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണം. ഇതായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇടാം. ബിസിബേളെ ഹുലി എണ്ണ
പുളിയുള്ള ചൂടുള്ള ചോറ്. അപ്പോൾ അത് വളരെ സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബൂന്തിയും റെഡി ആയിട്ടുണ്ട്. ഹിയർ ഇസ് അവർ ഡിഷ്. എടുത്തു കാണിച്ചു. ಚೆನ್ನಾಗಿದ್ದೀರಾ ನೋಡ್ರಿ. ನೋಡ್ಬಿಟ್ಟು ಹೇಳಿ ಚೆನ್ನಾಗಿದ್ದೀರಾ, നോക്കിയിട്ട് പറയൂ. കൊള്ളാലോ? Milma presents Fira Food Celebrity Kitchen Magic Season 3 Powered by Amrutaveni KSFE, Bima Jewellers, Pankaja Kasturi Ortho Herb and Kerala Bank. ನಮಸ್ಕಾರ. ಊಟ ಆಯ್ತು? ആയിത്തു. ಊಟ ഇതി ഊಟ. ಚೆನ್ನಾಗಿದ್ದೀರಾ? എല്ലാം മനസ്സിലായി തുടങ്ങാം. ചോദിച്ചാലോ അല്ലേ എന്താണ് ഈ ഡിഷ് അറിയുന്നത്? അതെ, പറയൂ. ഓക്കെ. എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നു. ഏട്ടൻ പറയും. നമുക്ക് ബോറടിക്കും പുള്ളി പറഞ്ഞ് ഞാൻ പറയുമ്പോൾ കുറെ സമയം എടുക്കും. കുഴപ്പമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ സമയം. ഞാൻ സമയ ധാരാളം എടുത്ത് അല്ല, ഇത് ബാംഗ്ലൂരിൽ ഒരാൾ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഈ ബസ് കെമ്പ കോർണർ ഹോഗോ, അപ്പൊ അടുത്തുള്ള ഹോഗോ ആയിരിക്കും. അപ്പം വീണ്ടും ഞാൻ ഇദ്ദേഹത്തിലേക്ക് പോകണമെന്നാ പറയുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ദിവ്യ ചേച്ചിയെ കൊണ്ട് പറയിപ്പിക്കണം. ഫുള്ളായിട്ട്. അപ്പോൾ കർണാടക സ്റ്റേറ്റിലെ അവിടുത്തെ സ്റ്റേപ്പിൾ സ്പൈസി ഡയറ്റ് എന്ന് പറയാൻ, സ്പൈസി എന്ന് പറയുമ്പം നമുക്ക് ഗ്രാമ്പിൻ്റെ ഫ്ലേവർ കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുവിധം നമ്മുടെ ടേസ്റ്റിനെക്കാളും പാലറ്റിൽ ഗ്രാമിൻ്റെ ടേസ്റ്റ് കൂടി നിൽക്കുന്ന ബിസി ബെലെ ഹുലി അന്ന. ബിസി എന്ന് പറഞ്ഞാൽ ചൂട്, ബെലെ എന്ന് പറഞ്ഞാൽ നല്ല, പുളി അതാണ് ഹുലി, അന്ന എന്ന് പറഞ്ഞാൽ റൈസ്. അപ്പോൾ പുളിയുള്ള ചോറ്, അതിൽ സ്പൈസ് ചെയ്തിട്ടുള്ള, അതിന് റൈറ്റ് കോമ്പിനേഷൻ, അതിൻ്റെ കൂടെ ബൂന്തി. അതാണ് അവിടുത്തെ ബിസി ബെലെ ഹുലി അന്ന. ബിസി ബെലെ ഹുളി അന്ന. ഹോട്ട് ലെന്റൽ സവർ റൈസ്, ഇതാണ് അതിന്റെ ഇംഗ്ലീഷ്. പുളിച്ചോറ്. പുളിച്ചോറ്, അതിനാണ് എബ്ബാളെ അക്കരയേലും. എന്തുവാണ് ഇത്? എബ്ബാളെ അക്കരയേലും അഴിച്ചു പുളിച്ചോറത്ത് പറഞ്ഞാ പോരായിരുന്നു. ട്രൈ ചെയ്യാം അല്ലേ? ഡിഷിനകത്ത് ഒരു 90% ജസ്റ്റിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ടാമറിൻഡ് എന്ന് പറയുന്നത് പുളി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് പലപ്പോഴും ഞങ്ങളുടെ ഡിഷ് ടേസ്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ല എന്ന്. അതിൻ്റെ അല്ല, ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഹോട്ട് ലെന്റൽ സവർ റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. സവർ അതായത് പുളി, ടാമറിൻഡ് ബേസ് ചെയ്തിട്ട് ഒരു സവർ ഫീൽ കിട്ടാം. ആ ഒരു നോട്ടുണ്ട്, പുളിയുടെ ഒരു നോട്ടുണ്ട്. ആ നോട്ട് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നുണ്ടോ? ആ പുളിയുടെ ഒരു നോട്ട് കിട്ടുന്നുണ്ടോ? അല്പം കൂടെ. അതാ ഞാൻ പറഞ്ഞ, ഒരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 100 ആണ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്ന ഒരു പുളി ഒരുപാടാകുമ്പോൾ നമ്മൾ അത് ബൂന്തിയും കൂടെ വെച്ച് കഴിക്കും. ബൂന്തിയും കൂടെ വെച്ച് കഴിക്കും. വെക്കാം. ബൂന്തി നേരം ഞാൻ വെച്ച് മധുരമുള്ളതായിരിക്കും. അല്ല മധുരമില്ല. ഇത് ഫ്രഷ് ആയിട്ട് നമ്മൾ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഗ്രസ്, ഈ ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ വീണ്ടും നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ പുളിയുടെ ഒരു നോട്ട് അല്ലേ അണ്ണാ, ഒരു ടാമറിൻഡ് എന്ന് പറഞ്ഞ സാധനം താങ്കളും ഇത് എടുത്തു പറഞ്ഞു. അല്ല, അത് ഹുളി എന്നാണ് പേര്. അതാ. പക്ഷെ അതിനകത്ത് ആ പുളിയുടെ ഒരു നോട്ട് നാക്കി നമ്മൾ അച്ചാറും കൂട്ടി ചോറ് തിന്നതാണൊക്കെ. ഇന്നോവേറ്റീവ് അല്ല എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ഡിഷസ് ആർ ഓൾറെഡി ദെയർ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ ഇങ്ങനെ ഓരോ ഡിഷസ് കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ഗട്ട്സും കൂടെ വേണം. നമ്പർ 1, ആ ഗട്ട്സിലാണ് ഈ ഗെയിം നിൽക്കുന്നത്. നമ്പർ 1, അത് എത്തിക്കാൻ പെടുന്നു എന്നുള്ളത് നിങ്ങളുടെ ശ്രമമാണ്. മനസ്സിലായില്ലേ? അത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റും. കുളവാക്കുന്നില്ല. അതെ. ഈ ഡിഷിനകത്ത് ഇപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് നിങ്ങളിത് കുളവാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ ആ ടാമറിൻഡിലേക്ക് റീച്ച് ചെയ്യാം. അതിപ്പം 2-3 പ്രാവശ്യം കൂടെ കഴിയുമ്പോൾ ക്രിസ്ത്യൻ ആ നോട്ട്സ് കിട്ടും അല്ലേ? അപ്പം ആ സംഗതി
അങ്ങനല്ലേ സംഗീതത്തിൽ പറയുന്നത്? ഷഡ്ജ ഇട്ടിട്ടില്ല. അതൊക്കെ ഇട്ടിട്ടാവും വന്നിരിക്കുന്നത്. അല്പം കൂടെ പുളിയുടെ ഷഡ്ജ ഉണ്ടായിരുന്നെങ്കിൽ ടെമ്പോ കയറി പോയത്. ഇത് പ്രോബബ്ലി ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ അന്നും പറയണ്ടായി, ഒരു 4 വയസ്സിൽ അമ്മമ്മയുടെ കൂടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു പാഷനാണ്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ എൻജിനീയറിങ്ങിന് പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ലോ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, റേഡിയോ ജോക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് കുക്കിങ്ങിനോടുള്ള താല്പര്യം കൂടി തന്നെ നിൽക്കും. കാരണം ഈ കാലങ്ങളിൽ മുഴുവനും പല ഷെഫിൻ്റെ അടുത്തും എങ്ങനെയാണ് ഇപ്പോൾ ചിക്കൻ യാക്കിട്ടോറി എങ്ങനെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോക്ടെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും, ഷെഫ് ജീഷോ അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ബിരിയാണി ബക്കർക്കയും അവരുടെ എല്ലാം കൂടെ നിന്ന് സംസാരിക്കുമ്പോഴോ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴോ ഇത് അറിയാനുള്ള ശ്രമം മാത്രമാണ് എപ്പോഴും ചെയ്തിരുന്നത്. ഇപ്പോൾ കുഞ്ഞുമോക്ക് വേറെ ഫ്ലേവേഴ്സ്, ഞാൻ ഏതൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടോ അവിടെ ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിച്ച ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീലങ്ക ട്രാവൽ ചെയ്ത സമയത്ത് അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് ചീനി സാമ്പലും പോൾ സാമ്പലും കിരിഹൊതിയും ഇങ്ങനെയാണ് എന്ന് ട്രഡീഷണലി പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടും അത് ഞാൻ പറഞ്ഞില്ല, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അല്ല, ഐ ലവ് കുക്കിംഗ്. അതിൻ്റെ ഒരു പക്ഷെ അത് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു വേദി സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഒരുക്കി കഴിഞ്ഞു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നിങ്ങൾ വീട്ടിലൊരു 2-3 ടൈംസ് ട്രൈ ചെയ്തിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് പെർഫെക്ഷൻ വരുത്താൻ പറ്റും. എപ്പോഴും കോമ്പറ്റീഷൻ പ്ലേസ് ഈസ് നോട്ട് എ പ്ലേസ് വെയർ യു ക്യാൻ എക്സ്പെരിമെൻറ്റ്, ബിക്കോസ് യു ആർ പ്ലേയിങ് യുവർ കാർഡ്സ്. അപ്പം ദെൻ അഗെയിൻ താങ്കൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റി മനസ്സിലാക്കി പ്രസൻറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമല്ല ഫുഡെന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് സംഗീതം എന്ന് പറയുന്ന ഒരു വാസന പോലാണ്. അതിനകത്തൊരു ആ സാധനം ഇനി കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ഡിഷിലേക്ക് എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് ആ ഡിഷിൻ്റെ ഫ്ലേവറും ആ ഡിഷിൻ്റെ പേരും എല്ലാം കൂടെ ജസ്റ്റിഫൈ ചെയ്തതാണ്. അപ്പോൾ എന്നെ അറിയാവുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കോമ്പറ്റീഷന് പോകുമ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സ്ഥിരം ചെയ്തിരുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണെന്ന് വെച്ചു, അത് പ്രസൻറ്റ് ചെയ്യും. കാരണം എൻ്റെ അടുത്തൊരു സൗത്ത് ഇന്ത്യൻ ഷെഫ് ചോദിച്ചാണ്, നല്ല ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലി ചെയ്യാൻ അറിയാമെങ്കിൽ 1.5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കണം. അത്രയ്ക്ക് ക്ഷാമമാണ് നമ്മളെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ സൗത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ മാസ്റ്റേഴ്സിനെ കിട്ടാൻ. റൈറ്റ്, താങ്ക് യു സോ മച്ച്. ಥ್ಯಾಂಕ್ ಯು. ನಾನು ಒಕ್ಕಡ ಹೋಗ್ಬಿಟ್ಟು ಬರ್ತೀರಾ? ജബ ഓക്കെ ಹೋಗ್ಬಿಟ್ಟು ಬನ್ನಿ.